ഹലോ നമസ്കാരം. പലപ്പോഴും നമ്മൾ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഈ സാമ്പിൾ കാണിച്ചിരിക്കുന്നത് 2 ടൈപ്പ് പ്രിസർവേറ്റീവ് യൂസ് ചെയ്തതാണ്. അതിൽ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് പറ്റും. ഇത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത പ്രിസർവേറ്റീവാണ്. ഇന്നിപ്പോൾ എടുത്ത് പറയുന്ന 2 പ്രിസർവേറ്റീവാണ് സോഡിയം ബെൻസോനേറ്റ് ആൻഡ് പൊട്ടാസ്യം ബെൻസോനേറ്റ്സ്. ഇതിലെന്ന് പറയുന്നത് ബെൻസോനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സോൾട്ട് ഇനാക്റ്റീവാണ്. അത് ശരിക്കും ആക്റ്റീവ് അല്ല. അത് ആക്റ്റീവ് ആവുന്നത് നമ്മൾ വെള്ളത്തിൽ ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ pH ശരിക്കും വളരെ ലോ pH ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു 94-95% അത് ആക്റ്റീവായിട്ട് വരും. ഈ പ്രിസർവേറ്റീവ് അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്മെറ്റിക്സിനല്ല മെയിനായിട്ട് യൂസ് ചെയ്യാം. ഫുഡായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാം. എന്നാൽ നമ്മുടെ സ്കിന്നിനോ ഹെയറിനോ വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ pH എന്ന് പറയുന്നത് 4.5 to 5 വരെയാണ്. അപ്പോൾ നമ്മൾ ഈ pH കൂട്ടാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇതിൻ്റെ ഒപ്പം, അതായത് സോഡിയം ബെൻസോനേറ്റിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പല കാര്യങ്ങളും അത് പോയ്സൺ ആവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിന് അലർജി കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ്